പൂന്തറ ഹാർബർ വേണമെന്നുള്ള ഒരു ആവശ്യം വളരെയധികം കാലങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന ഒരു വിഷയമാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള മത്സ്യഗ്രാമങ്ങളിലൊന്നാണ് പൂന്തറ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു മത്സ്യഗ്രാമം കൂടിയാണ് പൂന്തറ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓഖിക്ക് നമുക്കുണ്ടായ നാശനഷ്ടം. അപ്പോൾ അതിൽ നമുക്ക് ഈ മത്സ്യസമ്പത്ത് കരയ്ക്ക് കൊണ്ടെത്തിക്കുന്ന ഈ ഒരു മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന യാനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും നമ്മളുടെ സമൂഹത്തിൻ്റെയും ഒരു ആവശ്യമാണ്. നിങ്ങൾ ഈ കാണുന്നത് ഈ കല്ലും കാറ്റും കടലും എല്ലാം നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ളതാണ്. പക്ഷേ എന്നാൽ നമുക്കിവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകണമെങ്കിലും തിരിച്ച് സേഫായിട്ട് കരയ്ക്ക് എത്തണമെങ്കിലും നമുക്കതിനുള്ളൊരു സംവിധാനം വേണം. ചെറിയൊരു കടലടി വന്നാൽ പോലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഏതാണ്ട് ഒരു 10-25-30 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കടൽ വെള്ളം തൊടണമെങ്കിൽ കിലോമീറ്ററുകളോളം നടന്ന് ചൂട് മണ്ണിൽ കൂടി ആ മണ്ണ് മാന്തി അപ്പുറത്തിട്ടിട്ട് ആ നനഞ്ഞ മണ്ണിൽ ചവിട്ടി വേണം കടൽ വെള്ളം തൊടാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ പാർവതി പുത്തനാറിൻ്റെ തൊട്ടടുത്താണ്, പാർവതി പുത്തനാർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തിരയടിയും ഈ വള്ളങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കാലവർഷം ശക്തമായി കഴിഞ്ഞാൽ ഇപ്പോൾ കാലവർഷം ശക്തമായിട്ടില്ല. കാലവർഷം ശക്തമാവുകയാണെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗം, നമ്മളെ ഈ കച്ചവടക്കാർ ഇരിക്കുന്ന ഭാഗം, ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ഇപ്പം തന്നെ ഞാൻ ഹോസ്റ്റൽ ടൈംസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ പേരിൽ ഒരു വിവാദം ആവുകയും ചെയ്തു. ഈ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു? ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് കാരണമുണ്ട്. 10 വർഷം മുന്നേ ഇരുന്ന ഗവൺമെൻറ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് പൂന്തറയ്ക്ക് ഹാർബർ തരാൻ സാധ്യതയില്ല എന്ന് വ്യക്തമാക്കി. അപ്പം തരാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റും നേരത്തെ ഇരുന്ന UDF ഗവൺമെൻറ് ഹാർബറിനുള്ള പഠനങ്ങൾ പൂർത്തിയാക്കുകയും ബഹുമാനപ്പെട്ട MLA-യും അന്നത്തെ മന്ത്രിയുമായിട്ടിരുന്ന ശിവകുമാർ സാറ് അതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂന്തറയ്ക്ക് ഹാർബർ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ അന്ന് UDF സർക്കാർ തന്നിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് വീണ്ടും ഞങ്ങളെ UDF സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ ആ ആവശ്യം ഉന്നയിക്കാനും പൂന്തറത്തെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനും അതുവഴി കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും മത്സ്യസമ്പത്ത് കൊണ്ടെത്തിച്ച് അതിൻ്റേതായ വരുമാനം എത്തിക്കാനും ഉണ്ടാവേണ്ട നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം. ഓക്കെ, എത്രത്തോളം മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർ നമ്മുടെ പൂന്തറ കടപ്പുറത്തും അതോടനുബന്ധിച്ചിട്ടും ഉള്ളത്? ഇവിടെ ഇപ്പോൾ മത്സ്യബന്ധന യാനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് ഒരു 400ഓളം മത്സ്യബന്ധന വള്ളങ്ങളുണ്ട്. ഇതിൽ കൂടാതെ ചെറുവള്ളങ്ങൾ മീൻസ് 2 പേര് ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്ന, നമ്മുടെ ഈ തുറയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടമരത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഫൈബർ ബോട്ട് 2 പേര് 3 പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ളതുണ്ട്. ഇത് കൂടാതെ കമ്പവല, അങ്ങനെ ഏതാണ്ട് ഒരു 20,000-ഓളം മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ഉപജീവനം നടത്തുന്ന ഒരു മേഖല. പിന്നെ ഇതുകൂടാതെ ചുമട്ട് തൊഴിലാളികൾ, പിന്നെ അതുകൂടാതെ മത്സ്യ കച്ചവടക്കാർ, പിന്നെ അതുകൂടാതെ മത്സ്യലേലക്കാർ, പിന്നെ ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ നിൽക്കുന്ന മറ്റു ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേയധികം ആൾക്കാരുണ്ട്. മനസ്സിലായി. അപ്പൊ ഇതുപോലെ ഇതിൽപ്പെടുന്ന വേറൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മൾ ഒരു മത്സ്യബന്ധനം നടത്തുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് പോയി മത്സ്യബന്ധനം നടത്തുന്ന ആ ഒരു രീതിയും, നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി കയറ്റി വണ്ടിയിൽ കയറ്റി വണ്ടിയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്തിൽ നിന്ന് അത് താഴെ ഇറക്കി അത് നമ്മൾ വീണ്ടും ചുമന്നു പോയി ചെലവ് കുറച്ച് ഡബിൾ ആവുന്നുണ്ട്. ചെലവ് ഡബിൾ ആവുന്നത് മാത്രമല്ല ടൈം, ശാരീരിക ബുദ്ധിമുട്ട്. നമ്മൾ ഇവിടെ നിന്ന് വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ കടലിൽ ചെന്ന് ആ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഇതെല്ലാം തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ടയേർഡാവും. അത് മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് വിഴിഞ്ഞം മുഖാന്തരം പണിക്ക് പോകണമെങ്കിൽ 1.5 മണിക്കൂറാണ് നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നത്.